വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇനി ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ രാവിലെ എണീറ്റ് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ റേയൂസ് ഊഞ്ഞാലാടി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ എൻ്റെ അനുഭവം ഒന്ന് പറഞ്ഞു തരാം. എനിക്ക് തീരെ തണുപ്പ് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പനിയൊക്കെ വന്ന് ജലദോഷമൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ടാബ്ലറ്റ്സ് കഴിച്ചപ്പോൾ കുറച്ചൊന്ന് ഉഷാറായിട്ട് മാത്രം. അപ്പോൾ ഈ ആംസ്റ്റർ പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ ഫുഡൊക്കെ ഇവർ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിട്ടോ. പിന്നെ നമുക്കിത് രാവിലെ തന്നെ നല്ല ഭംഗിയിൽ പുറമേക്ക് നല്ലൊരു വ്യൂ ആണ്. അതുപോലെ തന്നെ ഊഞ്ഞാലൊക്കെ ആടിയിരിക്കാം. പിന്നെ നമ്മൾ റൂംസിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയിട്ട് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് രാവിലെ ആയപ്പോൾ ചായയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും പൂരിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രേവി വെച്ച് സാമ്പാറും അതുപോലെ ഇഷ്ടവും പിന്നെ ഒരു പടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇന്ന് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഐറോസിനെ വീണ്ടും ഇരുന്നിട്ട് ഊഞ്ഞാലിൽ ആട്ടി കളിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവൾക്ക് പൊതുവേ ഊഞ്ഞാലിൽ ആടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ മസനഗുഡി വഴി പോകാൻ കേട്ടോ. അപ്പോൾ കുറേ ആനകളെ നമുക്കിങ്ങനെ മേയ്ക്കണതും അവയ്ക്ക് ഫുഡ് കൊടുക്കണതൊക്കെ കാണാൻ പറഞ്ഞിട്ട് നമ്മൾ രാവിലെ തിരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 12 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അതൊരു 5:30-6 മണി ടൈമിലാണെന്ന്. സോ അത്ര ടൈം അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴി നമ്മൾ മാനിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയായപ്പോൾ നന്നായിട്ട് വിശന്നു. അപ്പോൾ നമ്മൾ സഫാരി ഗാർഡൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ്. ഞാനും സ്വത്തൊട്ടിയും ഞങ്ങൾ ഫ്രൈഡ് റൈസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ മീൽസാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് പൊതുവേ തമിഴ്നാട്ടിൽ നിന്ന് കഴിച്ച ഫുഡൊന്നും നമ്മൾ ഈ കേരളത്തിലെ ഫുഡിൻ്റെ അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒന്നാമത് ഞാൻ പനിച്ച് വിറച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത് വായത്തെ രുചിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതും ആയിരിക്കാം എന്ന് വിചാരിക്കാം. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴി നമ്മളെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 ആനനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ട പടനെ ഞാനത് ഷൂട്ട് ചെയ്യാനായിട്ടിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആനക്കുട്ടിയും 5-6 ആനകളൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചതല്ലേ വിചാരിച്ചിട്ട് ഒരു മൗണ്ടൻ ഡ്യൂ കുടിച്ചു. പിന്നെ ഈ ഒരു സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊട്ടിയിലെ കറങ്ങലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് വയനാട്ടിലേക്കാണ്. അപ്പോൾ ഒരു 4 മണിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു വയനാട് എത്തിയപ്പോൾ. അപ്പോൾ നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടം കണ്ടപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തി. അവിടെ ടീ ഷോപ്പ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. പക്ഷേ പഴംപൊരി ഒന്നും തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കഴിക്കാനായിട്ടൊന്നുമില്ല, കുട്ടികൾക്ക് കൊടുത്തുട്ടോ. പിന്നെ ചായക്ക് കുടിച്ചിട്ട് നമുക്ക് സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വന്നു. ഇവിടെ എന്താ പ്ലേസിൻ്റെ നെയിമൊന്നും എനിക്കറിയില്ല, പക്ഷെ അത് അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിയാണ് ഈ ഒരു ഫ്ലക്സ് കണ്ടത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ ചോദിച്ചു നോക്കി. അപ്പോൾ അവിടെ ഓപ്പൺ ആയിരുന്നു. അങ്ങനെ നമ്മൾ ജീപ്പിലാണ് കൊണ്ടുപോവുക. അപ്പോൾ ഭയങ്കരമായിട്ടൊരു ഓഫ് റോഡ് പോലെ കടകടകടകടാന്നിട്ട് പോവുക. അങ്ങനെ നമ്മൾ അതിൻ്റെ ടോപ്പ് പോർഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇവിടുത്തെ സിപ്പ് ലൈൻ ഉള്ളത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എത്തിയപ്പോഴത്തേനും ഭയങ്കര ലൈറ്റ് ഇങ്ങനെ ഡിമ്മാവാൻ തുടങ്ങി. ഒരു 6 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭംഗിയുള്ള ഫോട്ടോ ഒന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സിപ്പ് ലൈനിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടുന്ന് ഹൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വയറ് കളിച്ചുണ്ടാവും. പക്ഷെ പോയി തുടങ്ങുമ്പോൾ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ തോന്നും. പിന്നെ ഇതിലും ഹൈറ്റിലാണ് നമ്മൾ അവിടുന്ന് തിരിച്ചു വരിക കേട്ടോ. അവിടെ ഒരു ചെറിയ റോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അടുത്തത് സ്വത്തുട്ടനും സ്വത്തുട്ടിയും പാടെ പോവാണ്. അവർക്കും ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നല്ല പേടി പോലെ ഉണ്ടായിരുന്നു. പിന്നെ അവരും നല്ലപോലെ എൻജോയ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം പോകുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാത്രി ആയതുകൊണ്ട് പിന്നെ വേറെ അങ്ങോട്ടും പോകാനായിട്ട് നിന്നില്ല. തിരിച്ചു വരുമ്പോൾ മക്കാനി റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ട് എവിടെ പ്ലേസ് എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇതിൻ്റെ മുകളിലെ പോർഷനിലാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇൻറ്റീരിയറൊക്കെ ഇവിടുത്തെ അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ മന്തിയും അതുപോലെ തന്നെ ഷവായിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്ത മസാലയൊക്കെ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നെക്സ്റ്റ് അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ടാറ്റാ.